ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തുണികളൊക്കെ പൊടിയടിക്കാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയൊരു ബാഗാണ്. ഇതിൽ തുണികൾ മാത്രമല്ല, നമുക്ക് എന്ത് വേണോ ഇട്ട് വയ്ക്കാം. അങ്ങനെ ഒരു ബാഗാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതിൽ ഞാൻ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമൽ കവറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാനും പുറത്ത് വയ്ക്കാനും 2 തുണി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ആ കയ്യിലുള്ള ആ കവറിൻ്റെ ഫുൾ സൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ബാഗിന് നമുക്ക് ലെങ്തും വിഡ്ത്തും നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. കുറച്ച് വലിയ ബാഗ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ കവർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ അളവിന് നമ്മൾ സെയിം അളവിന് തുണി എടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ തുണി ഇട്ടിട്ടുള്ളത് നല്ല വശം അത് റെഡ് കളർ നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നതാണ്, ഈ പിങ്ക് കളർ നമ്മൾ പുറത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നല്ല വശം തമ്മിൽ നമ്മൾ പുറത്ത് വരുന്ന രീതിയിൽ വയ്ക്കണം. എന്നിട്ട് സെൻറ്ററിൽ നമ്മൾ കവറും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡ് നമ്മൾ പിൻ ചെയ്തിട്ട് 4 സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 4 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ 3ഉം ഒരുമിച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ 2 സൈഡും ഇങ്ങനെ കൂട്ടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു സർക്കിൾ ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ സിബ് യൂസ് ചെയ്ത് മുകളിൽ ഓപ്പൺ ചെയ്യാൻ കണക്കാക്കി നമ്മളിവിടെ സിബ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ബാഗിൻ്റെ മുകളിലും താഴ്ഭാഗത്തും നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി 2 പ്ലാസ്റ്റിക് കവർ നമ്മൾ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ തുണി സ്റ്റിച്ച് ചെയ്യുമ്പം ഈ ഒരു ഷേപ്പിൽ ഇട്ട് നമ്മൾ കറക്റ്റായിട്ട് കവറിൻ്റെ പുറത്ത് ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ വച്ചിട്ട് നമ്മൾ ആ സൈഡ് വഴി നമുക്ക് ഇത് നമ്മൾ ഇങ്ങനെ വച്ചതിന് ശേഷം വരച്ചെടുക്കണം. സൈഡ് നമ്മൾ കറക്റ്റായിട്ട് വരച്ച് സർക്കിൾ ഷേപ്പിൽ വരച്ചെടുത്തതിന് ശേഷം നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് അളവ് വേണമെന്നില്ല, നമുക്ക് പിന്നെ ബാക്കി തുണി തച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും 1 ഇഞ്ച് വിട്ടിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കവറിൻ്റെ സെയിം അളവിന് നമ്മൾ മുകളിലും താഴെയും വയ്ക്കാൻ വേണ്ടി 2 പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാഗിൻ്റെ താഴ്ഭാഗത്ത് കവർ ചെയ്യാൻ വേണ്ടി ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. തുണിയുടെ നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ വേണം നമുക്കിത് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് ഇതിന് സർക്കിൾ ഷേപ്പിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ താഴ്ഭാഗത്ത് വയ്ക്കേണ്ട തുണി നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ മുകളിൽ വയ്ക്കേണ്ട തുണി നമ്മളിതുപോലെ കവർ പുറത്ത് വരുന്ന രീതിയിൽ തുണി തമ്മിൽ ഫേസ് ടു ഫേസ് ആയിട്ട് വയ്ക്കണം. എന്നിട്ട് നമുക്കത് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സിബിൻ്റെ അളവിന് നമ്മൾ സിബ് എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ നീളത്തിനനുസരിച്ച് നമ്മൾ അങ്ങനെ ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ നല്ല വശം വെച്ചിരിക്കുന്നതിന് നമ്മൾ പുറത്തോട്ട് എടുക്കണം. അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഏതുവരെയോ അതുവരെ നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് സിബ് വെച്ച് തച്ച് കൊടുക്കാം ആദ്യം. അതിനുശേഷം നമ്മൾ ഈ ബാഗിൻ്റെ ഈ മുകൾ ഭാഗത്ത് നമുക്ക് ഈ സിബ് വയ്ക്കാൻ വേണ്ടി നമുക്ക് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യാം. ഇതുപോലെ വച്ച് നോക്കിയതിന് ശേഷം നമുക്കത് ഇങ്ങനെ വച്ച് മടക്കി വേണം നമുക്ക് ഇത് സിബ് അടിക്കാൻ, അല്ലെങ്കിൽ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം പുറത്ത് കാണും. ആദ്യം തന്നെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. ആദ്യം നമ്മൾ താഴ്ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. തുണി ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ പിൻ ചെയ്ത് ആ താഴ്ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തുണി നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ പിന്ന് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തുണി നീളം കൂടുതലാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി തുണി വരുന്നെങ്കിൽ നമുക്കതിന് കട്ട് ചെയ്തെടുക്കാം. ആ 1/2 ഇഞ്ച് വിട്ട ആ ഒരു സൈഡിലൂടെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ആ തയ്യലിൻ്റെ പുറത്തൂടെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം കറക്റ്റ് ലെവലായിട്ട് കിട്ടും.
അങ്ങനെ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുകൾ ഭാഗത്തെ തുണിയിൽ ഇതുപോലെ നമുക്ക് സിബ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സിബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ തുണി മടക്കി വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, കറക്റ്റ് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാക്കിയുള്ള തുണി ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള തുണി നമുക്ക് പിൻ ചെയ്തിട്ട് കറക്റ്റ് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഈ ബാഗ് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഞാൻ ഇതുപോലെ ഒരു ബാഗ് ആദ്യം തരായിരുന്നു. അത് എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ തുണിയെ നല്ല വശം ഇട്ടിട്ട് കവർ പുറത്ത് വെച്ചിട്ട് നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം മുകളിലത്തെ നമ്മൾ ആ സ്റ്റിച്ച് അറിയാൻ പറ്റില്ല. തുണി തിരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റിച്ച് നമുക്കറിയാൻ പറ്റില്ല. ബാക്കിയെല്ലാം ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുപാട് തുണി കയറുന്ന ഒരു ബാഗാണ്. നമുക്കിത് കബോർഡിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കുറേ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തുണികളൊക്കെ മടക്കി നമുക്ക് ആവശ്യാനുസരണം എടുക്കാൻ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. തുണി മാത്രമല്ല, നമുക്ക് ഡസ്റ്റ്ബിന്നായിട്ടും ഉപയോഗിക്കാം. പിന്നെ ടോയ്സൊക്കെ ഇട്ട് വയ്ക്കാനും നമുക്ക് വേറെ എന്ത് സാധനങ്ങളും വയ്ക്കാനും ഒരു നല്ലൊരു ബാഗാണ്. നല്ല യൂസ്ഫുള്ളായൊരു ബാഗാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.